മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലാ തജ്അലൂ അല്ലാഹ ഉർളതൻ ലിഅയ്മാനികും അൻ തബറൂ വതത്തഖൂ വതുസ്ലിഹൂ ബൈനന്നാസി വല്ലാഹു സമീഉൻ അലീം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 225 വചനമാണ് ഇപ്പോൾ ഞാൻ പാരായണം ചെയ്തത്. നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. വലാ തജ്അലു, നിങ്ങൾ ആക്കരുത്, അല്ലാഹുവിനെ ഉർളത്തൻ, വിലങ്ങ് അഥവാ തടസ്സം, ലി ഐമാനിക്കും, നിങ്ങളുടെ സത്യമാക്കൽ, നിങ്ങളുടെ കരാറുകൾ, അൻ തബറു, നിങ്ങൾ നന്മ ചെയ്യുന്നതിന്, ഔ തത്തക്കു, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന്, വതുസ്ലിഹു, നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നതിന്, ബൈനന്നാസി, മനുഷ്യർക്കിടയിൽ. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു തആല എല്ലാം നല്ലവണ്ണം കേൾക്കുന്നവനും എല്ലാം നല്ലവണ്ണം അറിയുന്നവനുമാണ്. വലാ തജ്അലുല്ലാഹ ഉർളതൻ, ആളുകൾ നന്മ ചെയ്യുന്നതിന് ചില അടവ് തന്ത്രങ്ങൾ പ്രയോഗിക്കും. അതിന് അള്ളാഹുവിനെ കൂട്ടുപിടിക്കും. എങ്ങനെ കൂട്ടുപിടിക്കുന്നത്? അള്ളാഹു എന്നെക്കൊണ്ട് അത് പറ്റിയില്ല, അത് പറ്റുന്നില്ല, അത് പറ്റിയില്ല. എന്നിട്ട് അത് ആരെയാ കൂട്ടുപിടിക്കുന്നത്? അള്ളാഹുവിനെ. അത് അവരുടെ നാവ് വെച്ച് വെറുതെ അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് എന്താ? വലാ തജ്അലുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആക്കരുത്. ഉർളതൻ, നിങ്ങൾ നന്മ ചെയ്യാൻ, അതായത് ഐമാനിക്കുവാൻ തബറു, നിങ്ങൾ നന്മ ചെയ്യുക, തത്തക്കു, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക, വതുസ്ലിഹു, നിങ്ങൾ നന്മ പ്രവർത്തിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ആരെയാ പറയുന്നത്? ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, അലി റളിയല്ലാഹു തആല അൻഹുവിനടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ സുബഹി നിസ്കരിക്കാൻ വരാനോ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ, പുള്ളി ഇച്ചിരി ഉറക്കക്കാരനാണ്, അങ്ങനെ ഉറങ്ങില്ല, നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ്, അള്ളാഹു എന്നെ ഉറക്കി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് എന്താ? വല്ലാത്ത താർക്കികനാണ് മനുഷ്യൻ. അള്ളാഹു ഉറക്കിയത് കൊണ്ടാണ്. ആർക്ക് വേണമെങ്കിലും പറയാവുന്ന കാര്യമല്ലേ? ഉപന്യായങ്ങളും അപന്യായങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ 2-3 കാര്യങ്ങൾ ചെയ്യുന്നതിന് അള്ളാഹുവിനെ കൂട്ടുപിടിക്കരുത്. എന്തൊക്കെയാണ്? അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുക അവർ. അൻ തബറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്മ ചെയ്യുക, ബിറായ പുണ്യകരമായ പ്രവൃത്തി ചെയ്യുക. തത്തക്കു, നിങ്ങൾക്ക് തക്കുവ കൈക്കൊള്ളുവാൻ, സൂക്ഷ്മത കൈക്കൊള്ളുവാൻ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. പക്ഷേ സൂക്ഷ്മത പാലിക്കുന്നതിനും
പുണ്യം ചെയ്യുന്നതിനും വത്തുസ്ലിഹു നന്മ പ്രവർത്തിക്കുന്നതിനും ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ. ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ചെയ്യേണ്ടതാണ്. അത് അള്ളാഹു താല അത് എനിക്ക് ഭാഗ്യം തരുന്നില്ല, അള്ളാഹു എനിക്ക് അത് ഒപ്പിക്കുകയാണെങ്കിൽ ഞാനതെല്ലാം ചെയ്യും എന്നൊക്കെ പറയുന്ന ആ ഏർപ്പാട് പാടില്ല എന്നാണ്. അലാ തജ്അലുല്ലാഹ ഉർളതൻ ലി ഐമാനിക്കും. അപ്പോൾ ശപഥം ചെയ്ത് പറയും, ഞങ്ങൾ ഇതെല്ലാം ഞങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞങ്ങൾ പുണ്യം ചെയ്യും, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഞങ്ങൾ തഖ്വ കൈക്കൊള്ളും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ നന്മ പ്രവർത്തിക്കും. എല്ലാം അള്ളാഹുവിനെ പിടിച്ചുകൊണ്ടാണ് പറയുന്നത് മനുഷ്യർക്കിടയിൽ. അപ്പോൾ അല്ലാഹു സമീഉൻ അലീം, അല്ലാഹു തആല എല്ലാം നല്ലവണ്ണം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായിട്ട് നമ്മളോട് പറയുന്ന കാര്യം, മെനി മെൻ അബ്ഹോർ ഗോയിങ് ടു ദെയർ വൈഫ്സ് ഫ്രീക്വൻ്റ്ലി. ഇതിന് തൊട്ട് മുമ്പ് ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചും വൈവാഹിക ജീവിതത്തെക്കുറിച്ചും അവർക്കിടയിലുള്ള ഐക്യത്തെക്കുറിച്ചുമൊക്കെയാണ് പ്രതിപാദിച്ചത്. മെനി മെൻ അബ്ഹോർ ഗോയിങ് ടു ദെയർ വൈഫ്സ് ഫ്രീക്വൻ്റ്ലി. അടിക്കടി തങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് ആളുകൾ മെനി മെൻ അബ്ഹോർ ഇഷ്ടപ്പെടാതിരിക്കുക. അവൾ ശരിയല്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഭാര്യയെക്കുറിച്ച്. അവൾ ശരിയല്ല, അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങളൊക്കെ. ഇതവർ മെനി മെൻ, അനേകം പുരുഷന്മാരും ഗോയിങ് ടു ദെയർ വൈഫ്സ് ഫ്രീക്വൻ്റ്ലി അബ്ഹോർ, അവർ ഇഷ്ടപ്പെടാതിരിക്കുന്ന, അടിക്കടി അവർ വഴക്കും വക്കാണവും അഭിപ്രായ വ്യത്യാസവും സ്വൈര്യതയില്ലായ്മയും കുഴപ്പങ്ങളുമാണ് ഉണ്ടാവുന്നത് ഭാര്യയും ഭർത്താവും കൂടി. നോട്ട് കൺസിഡറിങ് ദം ആസ് ദ ടിൽറ്റ്സ് ലൈക്ക് അല്ലാഹ്. അല്ലാഹു തആല അവരെ ഒരു കൃഷിയിടമാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയിടം എന്ന് പറയുമ്പോൾ നമുക്ക് സത്യത്തിൽ വളരെയധികം പ്രയോജനം കിട്ടുന്നതാണ് കൃഷിഭൂമി. അവിടെ നമുക്ക് എന്തെല്ലാം നല്ല സാധനങ്ങളാണ് കിട്ടുന്ന, ഭക്ഷണയോഗ്യമായ ജീവിതത്തിനാവശ്യമായിട്ടുള്ള. Allah made reference to the previous verse. മുൻ വചനത്തിൽ പറഞ്ഞ് അവർ നിങ്ങളുടെ ഒരു കൃഷിയിടമാണ്, നിങ്ങൾക്ക് ഒരുപാട് വിഭവങ്ങൾ ലഭിക്കേണ്ട, അവരിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം കിട്ടണം, സാന്ത്വനം കിട്ടണം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രയോജനകരമായ ഒരുപാട് വാക്കും നോട്ടവും പ്രവൃത്തിയും നിങ്ങൾക്ക് അവരിൽ നിന്നും കിട്ടേണ്ടതാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ ഭാര്യമാരെക്കുറിച്ച് അവരുടെ ഏറ്റവും ഉത്തമമായ നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ എൻ്റെ മുമ്പാകെ 4 പുരുഷന്മാരും ഒരു കുട്ടിയും ഈ പാവപ്പെട്ടവനുമുണ്ട്. അപ്പോൾ നമ്മൾ 6 പേരാണ് ഇവിടെ പുരുഷന്മാരായിട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ ഇരിക്കുന്ന 4 പുരുഷന്മാരുടെ ഭാര്യമാരും ഇവിടെ എത്തിയിട്ടില്ല. അതിൽ ഒരാളിൻ്റെ ഭാര്യയ്ക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ബാക്കിയുള്ളവരുടെ ഭാര്യമാരെവിടെ, മക്കളെവിടെ? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ഈ സമ്മേളനത്തിൽ, ഈ ക്ലാസ്സിൽ ഇവിടെ ഇങ്ങനെ വർഷത്തിലൊരിക്കൽ 2, 3, 4 ദിവസം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരാഴ്ചക്കാലം ഒരാത്മീയ സായുജ്യത്തിനായി ഒരുമിച്ച് കൂടുമ്പോൾ, നമ്മൾ കാദ്യാനിലേക്കൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളവരാണ്, കെട്ടിപ്പറക്കിയൊക്കെ. ഇവിടെ വീട്ടുമുറ്റത്തൊരു എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് നമുക്കൊരു മിനി കാദ്യാൻ അല്ലാഹു തആല നിയോഗിച്ച നിയോഗിതൻ്റെ നാവ് കൊണ്ട് പറയപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ തടസ്സങ്ങളാണ്. അതിന് അള്ളാഹുവിനെ അവർ കൂട്ടുപിടിക്കും. വലാ തജ്അലുല്ലാഹ ഉർളതൻ ലി ഐമാനിക്കും. നിങ്ങളുടെ ശബ്ദം ചെയ്തുകൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചിരിക്കുക എന്നും പറയരുത്. എന്തു ചെയ്യാൻ? തബറു വ തത്തക്കു വ തുസ്ലിഹു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പരസ്പരം കാണുക, കേൾക്കുക, സംസാരിക്കുക, സന്തോഷം പങ്കുവയ്ക്കുക, അത്തരത്തിലുള്ള ഒരു നല്ല ജീവിതം ജീവിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് ജനങ്ങൾക്കിടയിൽ ഇത് ചെയ്യുന്നതിന് തടസ്സമായിട്ടുള്ളത്? അത് അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഞാൻ അള്ളാഹു ഉറക്കിയത് കൊണ്ടാണ്. അങ്ങനെ താർക്കികമായ നിലയിലുള്ള
തർക്കവിതർക്കങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല എന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. They thus leave these wives alone. ഈ മുത്തക്കിങ്ങളാണ്, ഈ മുസ്ലിഹീങ്ങളാണ്, ഈ മുബർരിങ്ങളാണ്, അതായത് പുണ്യവാന്മാരാണ്, തഖ്വ ഉള്ളവരാണ്, നന്മ പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്ന ഈ ആളുകൾ ചെയ്യുന്നതെന്ന് they thus leave these wives, അവരുടെ ഭാര്യമാരെ അവർ ഉപേക്ഷിക്കുന്നു, വിട്ടുകളയുന്നു, എലോൺ, ഒറ്റയ്ക്ക്, വിത്തൗട്ട് ഗിവിങ് ദം ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ അവർക്ക് നൽകാതെ, ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ, അവർക്ക് സ്നേഹവും സൗഹൃദവും പകർന്നു നൽകേണ്ട. ഇത്തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള ഈ സദസ്സിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാനുള്ള സുവർണ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഹേ ഭർത്താക്കന്മാരെ, നിങ്ങൾ കരുതിയിരുന്നു കൊള്ളുക. ഇനി അവർ അതിനു വേണ്ടി അത്രത്തോളം ഗൗരവമായിട്ട് ഇത് കാണുന്നില്ല എങ്കിൽ, കേൾക്കുന്നില്ല എങ്കിൽ, മനസ്സിലാക്കുന്നില്ല എങ്കിൽ, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് എത്തിക്കണം. ഇത് അല്ലാഹു തആല ഒരു കാര്യത്തിലേക്ക് വിളിക്കുന്നു, അപ്പുറത്ത് പൈശാചിക ശക്തി നമ്മളെ മറ്റൊരു കാര്യത്തിലേക്ക് വിളിക്കുന്നു. നമ്മൾ ഏതിന് മുൻകൂട്ടി ഈ കത്തിജ്വലിക്കുന്ന ഗ്രന്ഥം അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. അഫെക്ഷൻ വിച്ച് സെക്ഷൽ ഇൻ്റർകോഴ്സ് റീഇൻഫോഴ്സസ് ഇൻ മാൻ വൈഫ് റിലേഷൻഷിപ്പ്. ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിന് ദൃഢത വരുന്നത്, അവർ ഒന്നായിത്തീരുന്നത്. നമ്മൾ ഓരോരുത്തരായി ഈ ലോകം വിട്ടു പോകുന്നതാണ്. അപ്പോഴെൻ്റെ ഭാര്യ എന്നോടൊപ്പം വരില്ല, എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം വരില്ല, എൻ്റെ മക്കൾ എന്നോടൊപ്പം വരില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടതാണ് എന്ന യാഥാർത്ഥ്യവും ബോധ്യവും ഉണ്ട് എങ്കിൽ അള്ളാഹു നിയോഗിച്ച ഒരു നിയോഗിതൻ്റെ ഈ സദസ്സ് ലക്ഷക്കണക്കിന് എണ്ണിയാലൊടുങ്ങാത്ത നിലയിലുള്ള മലായിക്കത്തുകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായി തീരുന്ന ഈ സ്ഥലവും പ്രദേശവും ഇടവുമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. Those who hide behind the excuse, എനിക്ക് പറ്റുന്നില്ല കേട്ടോ, പറ്റിയില്ല, ഒരു ഒഴിവ് പറയുന്ന ഏർപ്പാടുണ്ട്. എനിക്ക് ആ കാര്യം കൊണ്ട്, എനിക്ക് ഈ കാര്യം കൊണ്ട്, എനിക്ക് മറ്റേ കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് those who hide behind the excuse of swearing in the name of Allah. അള്ളാഹാണ് എനിക്കത് പറ്റിയില്ല, വേണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് പറ്റിയില്ല എന്ന് അള്ളാഹിനെ വിളിച്ചു. For not going to their wives are not acting according to the laws of Allah. അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്നറിയുക. And are thus disobeying Allah. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അവർ തള്ളിക്കളയുകയാണ്, അനുസരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. These people when doing so, ഈ ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ do not respect the sacredness of family and marital relations. കുടുംബത്തിൻ്റെ ആ മഹത്വവും പരിശുദ്ധിയും വൈവാഹിക ബന്ധത്തിൻ്റെ ആ ഊഷ്മളതയും അവർ അത് വേണ്ടുന്നത് പോലെ പരിഗണിക്കുന്നില്ല, വേണ്ടതുപോലെ അത് ചെയ്യുന്നില്ല. അല്ലാഹ് ഫോർബിഡ്സ് ദം ടു ടേക്ക് ഹിസ് നെയിം. അതുകൊണ്ട് അല്ലാഹു തആല തടയുകയാണ്. ടു ടേക്ക് ഹിസ് നെയിം, അവൻ്റെ പേര് പറയരുത്. ടു കമ്മിറ്റ് ആൻ ഇൻജസ്റ്റിസ്, ഒരു അനീതി പ്രവർത്തിക്കുന്നതിന്, ഒരു അന്യായം പ്രവർത്തിക്കുന്നതിന് അല്ലാഹു തആല എനിക്ക് അവസരം നൽകിയില്ല എന്നുള്ള ആ വാക്ക് പറയരുതെന്ന് അല്ലാഹു തആല പറയുന്നു. ആൻഡ് റോങ് ടുവേഴ്സ് ദെയർ വൈഫ്സ്, എന്നിട്ട് അവരുടെ ഭാര്യമാരോട് തെറ്റായ നടപടികൾ ചെയ്യുന്നു. ഹജ്ജ് ഉംറ പോലുള്ള ശ്രേഷ്ഠകരമായ കാര്യത്തിന് പോലും സ്ത്രീകൾക്ക് പോയി പങ്കെടുക്കാം. അവർക്ക് ആർത്തവ സമയമുണ്ടെങ്കിൽ ആ സമയത്ത് ആ ആരാധനയിൽ നിന്നും മാറി നിൽക്കുക എന്നല്ലാതെ അതിനപ്പുറത്ത് ഈ കാര്യങ്ങൾ കേൾക്കുന്നതിനോ കാണുന്നതിനോ ഒന്നും ഒരു തടസ്സവുമില്ല. ഹു ഹാവ് ഫുൾ റൈറ്റ്സ് ഓവർ ദം. അപ്പോൾ അവരുടെ പരിപൂർണമായ അവകാശമാണ് ഭർത്താവിനോടൊപ്പം പോവുക എന്നുള്ളതും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് പര്യാപ്തമായ ഇടങ്ങളിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതും ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്നൊക്കെ വിട്ടുമാറി നമ്മൾ ഒറ്റയ്ക്ക് പോയി നമ്മൾ സ്വർഗം വാങ്ങിക്കാമെന്ന് കരുതിയാൽ നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണം നമ്മൾ നിറവേറ്റിയില്ല എങ്കിൽ തീർച്ചയായിട്ടും
ഈ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലങ്ങളായി പോകുന്നതാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള കൂടുതൽ അവസരം, തെറ്റുകൾ തിരുത്താനുള്ള അവസരം. മനുഷ്യൻ എന്നുള്ള നിലയിൽ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ മോർ ഓവർ ഹസ്ബൻഡ്സ് ഹാവ് ദ ഡ്യൂട്ടി ടു മെയിൻറ്റെയിൻ ദിസ് ബാലൻസ് ഇൻ ദ റിലേഷൻഷിപ്പ്. അപ്പം ഭർത്താക്കന്മാർക്ക് അവർക്ക് അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട് ഈ ബന്ധം നല്ല നിലയിൽ നിലനിർത്തുന്നതിന് പര്യാപ്തമായ നിലയിൽ. ആത്മീയമായ പാതയിൽ അവർ സഞ്ചരിച്ചാൽ നമ്മുടെ ജീവിതം എത്ര എളുപ്പമായി തീരുമെന്നറിയാമോ? അല്ലെങ്കിൽ അവരുടെ വാക്കും ശകാരവും നോട്ടവും പ്രവർത്തനങ്ങളും നമുക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, ആത്മീയ ആലയങ്ങളിലേക്ക് എന്തിനു വേണ്ടിയാണ് എത്തിച്ചേരുന്നത്? എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിക്കാൻ. ഭാര്യ എങ്ങനെ ഭർത്താവിനോട് പെരുമാറണം, ഭർത്താവ് എങ്ങനെ ഭാര്യയോട്, മക്കൾ എങ്ങനെ മാതാപിതാക്കളോട് പെരുമാറണം, മാതാപിതാക്കൾ എങ്ങനെ മക്കളോട് പെരുമാറണം. ഇന്ന് നമ്മൾ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഒരാൾ ഒറ്റയ്ക്കൊരു കബറിലപ്പുറത്ത് ഒരു ചോദ്യമായിട്ട് നിൽപ്പുണ്ട്. അവിടെ നമുക്ക് സലാം എത്തിക്കുവാനും അതിലൂടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുവാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാനും ദുആ ചെയ്തുകൊണ്ട് ആ ഭൂമിയിലൂടെ സഞ്ചരിക്കുവാനുമുള്ള അവസരം. അതുപോലെ നമ്മൾ ഓരോരുത്തരായി പോകുന്നവരാണ്, അക്കൗണ്ടബിളാണ് നമ്മൾ എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ വിസ്മരിച്ച് ഇഹലോകത്തിൽ നമുക്ക് വിഹരിച്ച് സുഖമായിട്ട് കഴിയാം എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഷെയർഡ് വിത്ത് ദെയർ വൈസ് ഫോർ ദ സേക്ക് ഓഫ് പ്രൊക്രിയേഷൻ ആൻഡ് ഓൾറെഡി ബോൺ ചിൽഡ്രൻ. അപ്പം വൈവാഹിക ബന്ധത്തിലൂടെ, ലൈംഗിക ബന്ധത്തിലൂടെ നമുക്ക് ലഭിച്ച നേരത്തെ നമുക്ക് ലഭിച്ച കുട്ടികളും ഇപ്പോൾ ഉള്ള കുട്ടികളും ഇനി വരാൻ പോകുന്ന കുട്ടികളോടും ഒക്കെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതൊക്കെ നിറവേറ്റുന്നതിന് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനങ്ങളെ നൽകുന്നതിന് വേണ്ടി അവർ സഹിക്കുന്ന ത്യാഗം, അപ്പോൾ അവരോടുള്ള ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റേണ്ടത് അല്ലേ? എന്താണ് ഇവിടെ എത്തുന്നതിനുള്ള തടസ്സങ്ങൾ? ഇഹലോകത്തിലുള്ള ചില എന്തെങ്കിലും കാര്യമായിരിക്കുമല്ലോ, അതിനപ്പുറത്തൊന്നും ഇല്ലല്ലോ. Allah allows those who comes together for his sake. അങ്ങനെ അവർ ഒരുമിച്ച് വരികയാണെങ്കിൽ അല്ലാഹു തആല അവരെ ഇഷ്ടപ്പെടുന്നു. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും സന്തോഷമായിട്ട് ഒരുമിച്ച് ആണെങ്കിൽ അല്ലാഹു തആല Allah allows those who comes together for his sake, for marriage and marital love is from him. കാരണം വിവാഹ ജീവിതവും വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന ഈ സ്നേഹബന്ധങ്ങളുമെല്ലാം അല്ലാഹു തആല സമ്മാനിക്കുന്നതാണ്. ആ അല്ലാഹു തആല സമ്മാനിച്ച ആ സ്നേഹവും സൗഹാർദ്ദവും സന്തോഷവും നിങ്ങൾ ഇടയ്ക്ക് വെച്ച് വിച്ഛേദിച്ച് കളയുക എന്തെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള സദസ്സുകളിൽ വിശുദ്ധ ഖുർആൻ്റെയും പ്രവാചക പ്രഭുവിൻ്റെയും അധ്യാപനങ്ങളെ വിശദീകരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവരുടെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ഓർക്കുവാനും പശ്ചാത്തപിക്കുവാനും ജീവിതം നന്നാക്കുന്നതിനുമുള്ള ഒരു അവസരമാണ്, ട്രീറ്റ്മെൻറ്റാണ്, ചികിത്സാലയമാണ്, ആത്മീയ ചികിത്സാലയമാണ്. ഇത് ലഭിക്കാത്തത് മൂലം ഭൗതികമായി ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ ചികിത്സ ലഭിക്കുകയാണെങ്കിൽ ഇഹലോക ജീവിതവും ഇനി ഒറ്റയ്ക്ക് മടങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ ജീവിതവും നമുക്ക് അനുഗ്രഹപ്രദമായി മാറുന്നതാണ്. Moreover, men and wives should remain chaste except with one another, like Allah rendered lawful for them. അല്ലാഹു തആല അവരെ ഭാര്യയും ഭർത്താവിനെയും നിയമവിധേയമാക്കിയിരിക്കുകയാണ്. രണ്ടു കൂട്ടരും പാതിവൃത്യം കാത്തു സൂക്ഷിക്കണം. പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നതിന് ഏറ്റവും പര്യാപ്തമായ കാര്യം ഭർത്താവിനോടൊപ്പം ഭാര്യയും ഭാര്യയോടൊപ്പം ഭർത്താവ് ഉണ്ടായിരിക്കുന്ന സ്റ്റേജ് പരമാവധി ഒറ്റയ്ക്കായി പോകാൻ ഇടവരാത്ത നിലയിൽ. അപ്പോൾ ആ പവിത്രമായ ജീവിതം യാത്രയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് കഴിയേണ്ടത്, അതിലുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാനും അങ്ങനെ നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ലഭിക്കുവാനുമുള്ള സുവർണ അവസരമാണ്. അല്ലാഹു തആല നിയമവിധേയമാക്കി തന്ന നമ്മുടെ ഭാര്യമാർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. ആൻഡ് ദേ മസ്റ്റ് കൺസോളിഡേറ്റ് ദെയർ റിലേഷൻസ്. അവർ ഒന്നായി ചേർന്ന്
അവരുടെ ആ ബന്ധം ശക്തിപ്പെടുത്തണം. വിത്ത് പീപ്പിൾ ഓഫ് ദ സെയിം ഫാമിലി, ആ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുമായിട്ടുള്ള ബന്ധം. മേക്കിംഗ് ദ ബോൺ മോർ സോളിഡ് ആൻഡ് സേക്രഡ്, അങ്ങനെ അവരുമായിട്ടുള്ള ഇടപാടുകൾ ശക്തവും അതുപോലെ പരിപാവനവും ആയിത്തീരുന്നതിനുള്ള പെരുമാറ്റ സംഹിതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്. Allah allows those who establish peace among the people, ജനങ്ങൾക്കിടയിൽ സമാധാനവും ശാന്തിയും സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ദാറ്റ് ഈസ് ഓൾ ഹ്യൂമാനിറ്റി, എല്ലാ മനുഷ്യരുമായിട്ട്, മാനവ സമുദായത്തോട് നിങ്ങൾ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി വർത്തിക്കണം. നിങ്ങളോട് എത്ര അന്യായമായ നിലയിൽ ആര് പ്രവർത്തിച്ചാലും അവരോടെല്ലാം നിങ്ങൾക്ക് അദമ്യമായ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടായിരിക്കണം. അതിലൂടെയാണ് തെറ്റ് തിരുത്തപ്പെടുന്നത്. നമ്മൾ ഒഴിഞ്ഞു മാറുന്നതിലൂടെയല്ല. നമ്മുടെ തെറ്റുകൾ, സംഭവിച്ച തെറ്റുകളെ തിരുത്തുന്നത് കൂടുതൽ ഊഷ്മളമായ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും കൂടെ ആയിരിക്കണം. എസ്പെഷ്യലി എമംഗ് ദ ബ്ലഡ് റിലേഷൻസ്, വിശിഷ്യ നമ്മുടെ രക്തബന്ധങ്ങൾ. നോക്കൂ, ഇന്ന് നമ്മൾ സമ്മേളിച്ചിരിക്കുന്ന ഈ 5-6 പുരുഷന്മാരെയാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. പുരുഷഗണത്തിൽ ഞാൻ നോക്കിയിട്ട് എൻ്റെ ബ്ലഡ് റിലേഷനായിട്ട് ഈ പറയുന്ന ഒറ്റ ഒരാളും ഇല്ല. എനിക്ക് നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ നമ്മളാരും ബ്ലഡ് റിലേഷനല്ല. നമ്മൾ ഇഖ്വാനിയത്ത് കൊണ്ടായതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, നിശ്ചയമായിട്ടും വിശ്വാസികൾ തന്നെയാണ് സഹോദരങ്ങൾ എന്ന് അല്ലാഹു തആല പറഞ്ഞത് എത്ര അർത്ഥവത്താണ്. ഇതിൻ്റെ ചുറ്റും എൻ്റെ സഹോദരങ്ങളും സഹോദരങ്ങളുടെ മക്കളും കൊച്ചുമക്കളുടെയും സങ്കേതമാണ്. പക്ഷേ അവരാരും അല്ലാഹ് അയച്ച ആളിനെ വേണ്ട എന്ന് പറയുന്നവരാണ്. അപ്പോൾ വിശ്വാസികളാണ് നിങ്ങളുടെ യഥാർത്ഥ സഹോദരങ്ങൾ, നമ്മളാണ് യഥാർത്ഥമായ സഹോദരങ്ങൾ എന്ന തിരിച്ചറിവ് അല്ലാഹു തആല അവന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടല്ലേ ഈ അധ്യാപനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് കൂടുതൽ കൂടുതൽ പ്രതിഫലങ്ങൾ ആർജിച്ചുകൊണ്ട് ഈ മഹത്തായ സന്ദേശം എങ്ങും എത്തിക്കുവാൻ വേണ്ടി കൂട്ടായി പരിശ്രമിക്കേണ്ടതാണ്. റിലേഷൻഷിപ്പ് ഫോർ ദ സേക്ക് ഓഫ് അല്ലാഹ്. അപ്പം ഭാര്യാഭർത്തൃ ബന്ധം, അതിലൂടെ 2 സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായി വരുന്നത്. ഭർത്താവിൻ്റെ ആൾക്കാർ എന്ന് പറയുന്ന ഒരു വലിയ ശൃംഖല കാണും, ഭാര്യയുടെ ആൾക്കാരെന്ന് പറയുന്ന ഒരു വലിയ ശൃംഖല കാണും. അവർക്കിടയിൽ സമാധാനവും ശാന്തിയും സൗഹൃദവും സ്നേഹവും സ്ഥാപിക്കുവാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം നിലനിർത്താൻ കഴിയുന്നോ? അപ്പോൾ ബന്ധങ്ങളൊക്കെ ഇവിടെ സ്ഥാപിച്ചു നിർത്തിയത് അല്ലാഹുവാണ്. ബന്ധങ്ങളൊക്കെ പറഞ്ഞു തന്നതും അല്ലാഹുവാണ്. ആ പറഞ്ഞ പാതയിലൂടെ ഓരോരുത്തരും സഞ്ചരിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കൂ. അല്ലെങ്കിൽ ആ ബന്ധങ്ങളെല്ലാം തകർന്നു പോകും. Indeed, Allah hears all that men say. എല്ലാ മനുഷ്യരും പറയുന്നത് നല്ലതുപോലെ അല്ലാഹു കേൾക്കുന്നുണ്ട്. വെദർ എലൗഡ് ഓർ ഇൻട്രൻസിക്കലി, അതിനെ അവർ ഉച്ചത്തിൽ പറഞ്ഞാലും ശരി, അതല്ല അകൃത്രിമമായി യാതൊരു കൃത്രിമവുമില്ല നിഷ്കളങ്കമായ നിലയിൽ പറഞ്ഞാലും. ആൻഡ് ഹി മോസ്റ്റ് സെർട്ടൻലി നോസ് എവറിഥിങ് ദാറ്റ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ഇൻ ദെയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും അല്ലാഹു തആല അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഖുർആനിൽ നമുക്ക് നൽകുന്ന ഈ പാഠങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്വർഗീയമായ ആരാമം തന്നെ ആയിരിക്കും. ആ സ്വർഗീയ ആരാമം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമുഖത്ത് മുഴുവൻ സ്ഥാപിച്ച് നിർത്തി തന്നിരിക്കുന്ന അധ്യാപനങ്ങളാണ്. ആ അധ്യാപനങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തുകയും ആ അധ്യാപനങ്ങൾ നമ്മുടെ കുടുംബത്തിലും ബന്ധുമിത്രാദികളിലും അയൽവാസികളിലും നാട്ടുകാരിലും അങ്ങനെ വളർന്ന് ലോകമെമ്പാടും ഈ സ്നേഹസാഗരം ഒഴുകേണ്ടതാണ്. അങ്ങനെ സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഊഷ്മളമായ പെരുമാറ്റത്തോടു കൂടി ഈ ലോക ജീവിതം ധന്യമാക്കി ഇവിടെ നിന്ന് ഓരോരുത്തരെയായി അല്ലാഹു തആല തിരികെ കൊണ്ടുപോകുന്നതാണ്. ആ യാഥാർത്ഥ്യം ഓർമ്മ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നതിനുള്ള
ശുദ്ധീകരണ പ്രക്രിയയാണ് ഈ വരുന്ന 3 ദിനങ്ങൾ. അതിനുവേണ്ടി നമ്മുടെ പരിപാവനമായ നിലയിൽ അല്ലാഹു തആല നിയോഗിച്ച നിയോഗിതൻ്റെ പ്രഭാഷണം ഉൾപ്പെടെ വിശുദ്ധ ഖുർആനിലൂടെയും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെയുമുള്ള ഉപദേശങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങളും പങ്കെടുത്തുകൊണ്ട് ഇത് വിജയകരമായി തീർക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു തആലയുടെ പ്രത്യേക സംരക്ഷണയിലായിരിക്കട്ടെ നമ്മളെല്ലാവരും. അല്ലാഹു തആല ഈ ജലസ അനുഗ്രഹിക്കട്ടെ, വിജയപ്രദമാകട്ടെ. ഇതിൻ്റെ സൽഫലം ലോകമെമ്പാടും വ്യാപിക്കട്ടെ. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉടൻ തന്നെ നമ്മുടെ ഇമാമുമായിട്ടും കൂടി ബന്ധപ്പെട്ട് അറിയിക്കുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.